ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുബീസ് ഫുഡ് ലാബ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് മുരിങ്ങയില മുട്ടത്തോരൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മുരിങ്ങയില മുട്ടത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും മുമ്പ് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ നീളത്തിലാണ് കട്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 4 കൊച്ചുള്ളി വട്ടത്തിൽ കട്ടാക്കി വെച്ചിരിക്കുന്നതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 4 പച്ചമുളകും വട്ടത്തിൽ കട്ടാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിൻ്റെ അനുസരിച്ച് വേണം നിങ്ങൾ പച്ചമുളക് അതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഞാനിവിടെ ഇഞ്ചി അതും ചെറുതാക്കി കട്ടാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉള്ളിൻ്റെ കളർ ഒരു പിങ്ക് കളർ ആയാൽ മതി. ആ സമയം വരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ റെസിപ്പി നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേസമയം ബാച്ചിലേഴ്സിനെയും പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു 5 മിനിറ്റ് മതി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ കട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് മതി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളുടെ ഉള്ളി ഒരുവിധം ട്രാൻസ്പെറൻറ്റ് കളറായി വന്നിട്ടുണ്ട്. ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇത്ര മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഏറ്റവും മുമ്പ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി. പൊടികളുടെ പച്ചമണം പോണ വരെ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 4 മുട്ട, ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. നമ്മൾ മുട്ട ചിക്കി പൊരിച്ചെടുക്കൂലേ, അതാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ട് സ്ക്രാമ്പിളാക്കി എടുക്കാം. നമ്മളുടെ മുട്ട ഇവിടെ നന്നായിട്ട് സ്ക്രാമ്പിളായി വന്നിട്ടുണ്ട്. മുട്ട നന്നായിട്ട് വെന്ത് കിട്ടണ വരെ നമ്മളിത് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കണം. ഇപ്പോൾ മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ മുരിങ്ങയില ഉപ്പും മഞ്ഞളിട്ട വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. മുരിങ്ങയില നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതിനേക്കാളും മുമ്പ് നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കഴുകിയെടുക്കണം. അല്ലെങ്കിൽ ഇതിൽ വല്ല ചെറിയ പ്രാണികൾ അല്ലെങ്കിൽ വല്ല പുഴു ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് കാണൂല. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളികേരം ഓപ്ഷണലാണ്. കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മുരിങ്ങയിലേക്ക് കൂടുതൽ വേവൊന്നും ഇല്ല. ആ കാരണത്തോണ്ട് ഒരു 5 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും. നാളികേരം ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് മുറിച്ചെടുത്തിട്ടില്ല, ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 മിനിറ്റ് മാത്രം ഒന്ന് ലോ ഫ്ലെയിമിൽ കവർ ചെയ്തിട്ട് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. മുരിങ്ങേൻ്റെ ഇലയ്ക്ക് ചൂട് തട്ടിയാൽ മതി, അപ്പോഴത്തേക്കും അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമ്മളുടെ മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വളരെ ഈസി ആയിട്ടൊരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.